ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദുഃഖശനിയാഴ്ച നമ്മൾ ദൈവത്തെ കൊന്നു. പ്രത്യക്ഷത്തിൽ സഭയുടെ ശത്രുക്കളുടെ, ദൈവത്തിൻ്റെ ശത്രുക്കളുടെ വിജയദിനമാണ് ദുഃഖശനി. അതേസമയം ഈശോ നരകത്തിലേക്ക് ഇറങ്ങി വിജയം വരിച്ച ദിവസവുമാണ്. അതെ, ദൈവത്തിൻ്റെ മരണദിനമാണ് ദുഃഖശനിയാഴ്ച. ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ കണ്ണുകൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് ഉറ്റുനോക്കുന്നു. ദുഃഖശനിയാഴ്ച ദൈവത്തിൻ്റെ മരണദിനമാണ്. ഈശോ മരിച്ചതിന് ശേഷം സംസ്കരിക്കപ്പെട്ട് മണ്ണിനടിയിലാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ ഇപ്പോഴുമുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുരിശിൻ്റെ വഴിയുമായി വന്നവരെ നേരിടാൻ 2 ബസ് പോലീസിനെ വിന്യസിച്ച സഭാ നേതൃത്വം പ്രത്യക്ഷത്തിൽ വിജയിച്ചു നിൽക്കുന്ന ദിവസമാണ് ദുഃഖശനി. സ്ഥലം മാറ്റം കൊടുത്തിട്ടും മാറിപ്പോകാതെ ധിക്കാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവർ, കത്തീഡ്രൽ ദേവാലയത്തിലും ബസിലിക്കയിലും ഒക്കെ നിൽക്കുന്നവർ, അവർക്ക് പിന്തുണ കൊടുക്കുന്നവർ വിജയിച്ചു നിൽക്കുന്നുവെന്ന് തോന്നുന്ന ദിവസമാണ് ദുഃഖശനി. ദൈവം മരിച്ചു, നമ്മൾ ദൈവത്തെ കൊന്നു. നമ്മുടെ ഈ കാലയളവിൽ എത്രയോ പേരാണ് നിരീശ്വരന്മാരായിട്ട് നടക്കുന്നത്. പാശ്ചാത്യ ലോകത്ത് നിരീശ്വരവാദം, അല്ലെ, 2ാം ലോകമഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിരീശ്വരവാദം ശക്തി പ്രാപിച്ചത്. പണ്ട് മുതലേ നിരീശ്വരവാദമുണ്ട്. 2 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മുകളിൽ ദൈവമില്ല എന്ന് വിഡ്ഢി മണ്ടൻ ഉള്ളിൽ പറഞ്ഞു. മുകളിൽ ദൈവമില്ല എന്ന് മൂഢൻ ഉള്ളിൽ പറഞ്ഞു. 2 പ്രാവശ്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്രിസ്തുവിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ചില നിരീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും പുതിയൊരു പ്രതിഭാസമല്ല. പക്ഷെ എന്നാലും ദൈവം മരിച്ചു, ദൈവത്തെ കൊന്നു, ദൈവത്തിൻ്റെ ആവശ്യമില്ല, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രളയം, എന്തുകൊണ്ട് വയനാട് ഉരുൾപൊട്ടൽ, എന്തുകൊണ്ട് മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കണു, ദൈവത്തിന് ഇതൊക്കെ ശരിപ്പെടുത്താമായിരുന്നില്ലേ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ദൈവമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവർ ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. ദൈവമില്ല എന്ന് വിചാരിക്കുക, ദൈവം നിലനിൽക്കുന്നില്ല എന്ന് വിചാരിക്കുക. നിലനിൽക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ഇവർ ഇത്രമാത്രം ബേജാറാകുന്നത്? ഇല്ലാത്ത കാര്യം അവഗണിച്ചു വിട്ടാൽ പോരെ? അപ്പോൾ ഈ നിരീശ്വരന്മാർക്കും യുക്തിവാദികൾക്കും എന്തുകൊണ്ടാണ് ദൈവചോദ്യത്തെ മറികടക്കാൻ പറ്റാത്തത്? അത് മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം മനുഷ്യനാക്കുന്ന പ്രക്രിയ അല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിൽ മനുഷ്യന് ജന്മസിദ്ധമായി നൈസർഗികമായി കൊടുത്തിരിക്കുന്നതാണ് ദൈവചിന്ത. അത് മറികടക്കാൻ ഒരു നിരീശ്വരനും കഴിയില്ല. ദൈവം മരിച്ചു, ദൈവത്തെ കൊന്നു, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം, ഞാൻ പള്ളി പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. ദൈവചിന്തയെ മറികടക്കാൻ, ദൈവചോദ്യത്തെ മറികടക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. അതെ, പക്ഷേ എങ്കിലും ഈ വീമ്പിളക്കലും തുടരാം. ദൈവം മരിച്ചു, ദൈവം ലോകത്ത് ഹാജരില്ലെന്ന് പറയാം, അവൻ ശവകുടീരത്തിനുള്ളിലാണ്, അവന് ഒരിക്കലും ജീവിക്കില്ലെന്ന് പറയാം, അവനോട് സംസാരിക്കില്ല, നമുക്കവനോടൊന്നും മറുത്ത് പറയാനില്ല, നമുക്കവന് വിസ്മരിക്കാം. ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നവർ വിജയിച്ച് നിൽക്കുന്ന ദിവസമാണ് ദുഃഖശനി. അതെ, ദൈവം മരിച്ചു, നാം അവനെ കൊന്നു. നിരീശ്വരവാദിയായ ഫ്രീഡറിക് നീച്ചയുടെ ഈ വാക്കുകൾ ഭാഷാശാസ്ത്രപരമായി നോക്കിയാൽ ക്രിസ്തീയ പീഡാനുഭവ ഭക്തിയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. ദുഃഖശനിയുടെ ഉള്ളടക്കത്തെ അത് പ്രകാശിപ്പിക്കുന്നു. അവൻ നരകത്തിലേക്ക് ഇറങ്ങി, ഈശോ നരകത്തിലേക്ക് ഇറങ്ങി. നമ്മൾ വിശ്വാസപ്രമാണത്തിൽ ചൊല്ലുന്നു അത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായി കാണുക എന്നുള്ളതാണ് ഇതിന് ഉത്തരം. അതിൻ്റെയൊക്കെ ലിങ്ക് ഇടാന്ന് പറഞ്ഞാൽ 2000 ചില്ലാനം വീഡിയോസായി. അപ്പോൾ അതെല്ലാം കണ്ടെത്തി ഇടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എളുപ്പമല്ല. സ്ഥിരമായിട്ട് കാണാൻ താല്പര്യമുള്ള കാണുക, അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ പങ്കുവെക്കാനായിട്ട് നോക്കുക. പൗലോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വചനം പറയുന്നുണ്ട്. അതാണ് ഞാൻ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. എഫെസസ് ലേഖനത്തിലെ 4-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ ഉന്നതത്തിലേക്ക് കയറിയപ്പോൾ തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു. അവൻ കയറി എന്നതിനർത്ഥം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നു കൂടിയല്ലേ. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാധിസ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു.
അവൻ ഉന്നതത്തിലേക്ക് കയറിയപ്പോൾ തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു. ഇതാണ് പൗലോസിൽ എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ സങ്കീർത്തനം 68:18 ഇങ്ങനെ കാണാം: അങ്ങ് ഉന്നതത്തിലേക്ക് കയറി തടവുകാരെ പിടിച്ചു കൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് കലഹിക്കുന്നവരോട് കൂടെ തന്നെ കലഹിക്കുന്നവരോട് തന്നെ കാഴ്ചകൾ വാങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഹീബ്രു ബൈബിളിൽ. ഇതിൻ്റെ ഗ്രീക്ക് വിവർത്തനം സെപ്തുജിന്ത് അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അങ്ങ് ഉന്നതത്തിലേക്ക് കയറി അങ്ങ് അടിമത്തത്തെ അടിമയാക്കി അങ്ങ് അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന് അങ്ങ് മനുഷ്യരിൽ നിന്ന്, അതെ കലഹിക്കുന്നവരിൽ നിന്ന് പോലും കാഴ്ചകൾ സ്വീകരിച്ചു. ഈ മൂലപാഠം ഹീബ്രുവിലുള്ള മൂലപാഠമോ വചനമോ സെപ്തുജിന്ത് വിവർത്തനത്തിലുള്ള വചനമോ അല്ല. നേരെ അങ്ങ് പൗലോസ് എടുത്ത് എഴുതിയിരിക്കുകയല്ല. പൗലോസ് ഒരല്പം മാറ്റം വരുത്തിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഉന്നതത്തിലേക്ക് കയറിയപ്പോൾ തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് നല്ല ദാനങ്ങൾ കൊടുത്തു. ഈ പൗലോസിൻ്റെ ഈ വചനം അരാമിയ സുറിയാനി പതിപ്പുകളിലുള്ള വചനങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ ഹീബ്രു മൂലപാഠത്തിലില്ലാത്തതും അതിന് വിവർത്തനമായ സെപ്തുജിന്തിലില്ലാത്തതുമായ ചില സംഗതികൾ അരാമിയ സുറിയാനി പതിപ്പുകളിൽ ഉണ്ടായിരുന്നു. അത് ചില കാര്യങ്ങളിൽ അത് വളരെ പ്രാചീനമായ സംഗതിയാണ്. പൗലോസ് സുറിയാനി പതിപ്പിൽ നിന്നാണ് എഴുതി നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷെ അരാമിയ ഭാഷയിലുള്ള ആ വചനം പൗലോസിന് അറിവുണ്ടായിരുന്നു എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയും. ഏതായാലും പൗലോസ് ഹീബ്രു മൂലപാഠത്തിലോ അല്ലെങ്കിൽ സെപ്തുജിന്ത് വിവർത്തനത്തിലോ ഇല്ലാത്തതും അതേസമയം അരാമിയ സുറിയാനി പാഠങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതുമായ ഒരു വചനമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നറിയാൻ ആദ്യം നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നോക്കാം. ഈ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്ന ഇസ്രായേലര് യാഹ്വയുടെ പിന്നാലെ ജൈത്രയാത്ര നടത്തി യെറൂസലേമിലെ സിയോൻ മലയുടെ കൊടുമുടിയിലേക്ക് കയറി. ഈ വിജയഗാഥയാണ് സങ്കീർത്തകൻ വർണ്ണിക്കുന്നത്. യുദ്ധത്തിൽ വിജയം വരിക്കുന്ന ചക്രവർത്തി ജൈത്രയാത്ര നടത്തുകയും കൊള്ളവസ്തുക്കൾ തൻ്റെ പ്രജകൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നത് പോലെ കർത്താവ് വിവിധ ദാനങ്ങൾ ഇസ്രായേലിയർക്ക് നൽകി. ഇതാണ് സങ്കീർത്തകൻ പറയണേ. പൗലോസിന്റെ വീക്ഷണത്തിൽ ഈ സങ്കീർത്തനം ക്രിസ്തു തിന്മയുടെ ശക്തികളെ കുരിശിൽ വെച്ച് നിരായുധരാക്കിയതിനു ശേഷം സ്വർഗീയ ജെറുസലേമിലേക്ക് കയറിപ്പോയതിനെ കുറിച്ചുള്ളതാണ്. കൊളോസ്സസ് ലേഖനം 2:15. പെന്തക്കോസ്ത് നാളില് പരിശുദ്ധ റൂഹായുടെ ദാനം കർത്താവ് ക്രിസ്തു വർഷിച്ചപ്പോൾ അവൻ്റെ വിജയത്തിൽ നമ്മൾ സഭയും പങ്കുപറ്റാൻ തുടങ്ങി. സ്ലീഹന്മാരുടെ നടപടി 2:33. ഇതാണ് സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം പൗലോസ് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ അർത്ഥം. പക്ഷേ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. പൗലോസ് പറയാണ്, അവൻ കയറി എന്നതിനർത്ഥം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് കൂടിയല്ലേ. അപ്പോൾ ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കയറി ഇറങ്ങി എന്നതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് അപഗ്രഥിക്കാം. ഈ 68 സങ്കീർത്തനത്തിൽ ദാവീദ് വർണ്ണിക്കുന്ന കർത്തൃവിജയം നസ്രത്തിൽ യേശു എങ്ങനെ നിവൃത്തിയാക്കിയെന്ന് പൗലോസ് വിശദമാക്കുകയാണ്. എങ്കിലും ഈ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് എന്ന വചനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വേദശാസ്ത്രങ്ങളുടെ ഇടയിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഈ ഭൂമിയുടെ അധോഭാഗം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്. അതായത് മനുഷ്യാവതാരത്തിലൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് ഈ ഭൂമിയുടെ അധോഭാഗം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്. ഇതാണ് ഒരു കൂട്ടർ വ്യാഖ്യാനിക്കുന്നത്. അത് നരകമല്ല, പാതാളമല്ല എന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം സഭാപിതാക്കന്മാരും വേദശാസ്ത്രികളും ഈ ഭൂമിയുടെ അധോഭാഗം എന്ന് പറയുന്നത് പാതാളമാണ് അല്ലെങ്കിൽ നരകമാണ് എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ക്രിസ്തു പാതാളങ്ങളിലേക്ക് ഇറങ്ങുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയും ചെയ്തു. ഈ വ്യാഖ്യാനമാണ് കൂടുതൽ സ്വീകാര്യം. കാരണം മറ്റു ചില സങ്കീർത്തനങ്ങളിൽ ഇതിനോട് സാമ്യമുള്ള പ്രയോഗങ്ങളുണ്ട്. സങ്കീർത്തനം 63:9, 139:15. അവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത് മരിച്ചവരുടെ താവളമായ പാതാളമാണ്. മരിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങിയ ക്രിസ്തു അവിടെ തടവിലാക്കപ്പെട്ടിരുന്ന നീതിമാന്മാരെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് നയിച്ചു. 1 പെത്രോസ് 3:18-19. കത്തോലിക്ക സഭയുടെ മതബോധനം 632, 633. ചുരുക്കത്തിൽ തൻ്റെ മരണത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങിയ ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിലൂടെ അതിൻ്റെ ഏറ്റവും ഉയരത്തിലേക്ക് കയറിയെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. തൻ്റെ മരണത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങിയ ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിലൂടെ അതിൻ്റെ ഏറ്റവും ഉയരത്തിലേക്ക് സ്വർഗത്തിലേക്ക് കയറിയെന്ന്, 7-ാം സ്വർഗത്തിലേക്ക് കയറിയെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് എന്താ തോന്നുക, ഈ
ഒരു സ്പേസിലൂടെ ഒരു യാത്ര പോലെ, ഒരു ശൂന്യാകാശ യാത്ര പോലെ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, പിന്നെ പാതാളത്തിലേക്ക് പോയി, പിന്നെ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ഒരു സ്പേസിലൂടെയുള്ള യാത്ര പോലെയാണ് പെട്ടെന്ന് തോന്നുക. അങ്ങനത്തെ ഒരു യാത്രയല്ല അത്. സ്പേസിലൂടെയുള്ള ഒരു യാത്രയല്ല അത്. ശൂന്യാകാശ യാത്രയല്ല. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കുഴൽക്കിണറിൽ പോകുന്ന പോലെ പോകുന്ന ഒരു യാത്രയല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിൽ ചിത്രം അങ്ങനെ തോന്നിക്കുക. പക്ഷെ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പരമമായ താഴ്മയും ഉയർച്ചയും സൂചിപ്പിക്കാനുള്ള പ്രയോഗമാണത്. പ്രയോഗമാണെന്ന് കരുതിയിട്ട് യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നില്ല. നരകത്തിലേക്കുള്ള ഇറക്കം പോലെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലും 3 നിലകളുള്ള ലോകത്തിൻ്റെ ചിത്രം വരച്ചു വെക്കുന്നെന്ന് കരുതരുത്. അതൊരു മിത്തിക്കൽ സങ്കല്പമാണ് ഇല്ലേ? 3 ലോകങ്ങൾ എന്നിട്ട് ലോകം ഉണ്ടോ? സ്വർഗം, ഭൂമി, നരകം. സ്വർഗം, ഭൂമി, പാതാളം, ഇങ്ങനെ 3 ലോകങ്ങൾ. അപ്പോൾ ഭൂമിയുടെ മുകളിൽ സ്വർഗം, ഭൂമിയുടെ താഴെ പാതാളം, അങ്ങനെയുള്ള 3 നിലകൾ, 3 തട്ടുകളുള്ള ഒരു പ്രപഞ്ച സങ്കല്പം അത് ശരിയല്ലല്ലോ. ശരിയല്ലെന്ന് എല്ലാ സയൻസ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. അപ്പം പെട്ടെന്ന് തന്നെ യുക്തിവാദികൾ, നിരീശ്വരന്മാരും പറയും സ്വർഗം മുകളിലോ നരകം താഴെയോ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ലോകം എല്ലാവരുടെയും ലോകമല്ലേ? എല്ലാവരുടെയും ഭൗതിക നിയമങ്ങൾ ബാധകമല്ലേ? തത്വത്തിൽ എല്ലായിടവും ഒരേ തരം ഗവേഷണത്തിന് വിധേയമല്ലേ? അതിന് നിലകളുണ്ടോ? 3 തട്ടുകളുണ്ടോ? മുകളും താഴെയുമുണ്ടോ? ഇങ്ങനെയൊന്നുമില്ല. നിരീക്ഷകൻ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിൽക്കുന്ന സങ്കല്പങ്ങളല്ലേ ഇതെല്ലാം? എല്ലാം നിരീക്ഷിക്കാൻ സാധിക്കുന്ന കേവലമായ ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടോ? കേന്ദ്രസ്ഥാനമുണ്ടോ? ഇല്ല. അങ്ങനെ പ്രപഞ്ചത്തിന് ഇല്ല. തീർച്ചയായും ഭൂമി ലോകത്തിൻ്റെ കേന്ദ്രവുമല്ല. അതിനാൽ എല്ലാത്തിനെയും മുകള്, എല്ലാത്തിനും താഴെ എന്നൊന്നും പറയാൻ കഴിയില്ല. സവിശേഷമായൊരു ദിശ പ്രപഞ്ചത്തിനില്ല. കിഴക്ക് പടിഞ്ഞാറെന്നൊക്കെ നമുക്ക് എവിടെ നിൽക്കുന്നതിനെ ആശ്രയിച്ച് പറയാമെന്നല്ലാതെ പ്രപഞ്ചത്തിന് ദിശയില്ലല്ലോ. ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ആരെങ്കിലും എതിർക്കുമെന്ന് തോന്നുന്നില്ല. 3 നിലകളുള്ള സംവിധാനം ചെയ്ത ലോകമില്ല, ലോകമല്ല. അപ്പോൾ കയറി ഇറങ്ങി എന്നെല്ലാമുള്ള സംഗതികൾ ആക്ഷരികമായിട്ട് എടുക്കാൻ കഴിയില്ലെന്നും ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്ന ബൈബിള് മിത്തോളജിയാണെന്നും അതിനാൽ വേദത്താളുകൾ തന്നെ സത്യമല്ലെന്നും ചരിത്രത്തിലെ യേശു ജീവിച്ചിരുന്നില്ലെന്നും ഒക്കെ അതൊരു മിഥ്യയാണെന്നും ഒക്കെ പെട്ടെന്ന് അങ്ങ് ഈ യുക്തിവാദികളും നിരീശ്വരന്മാരും വാദിക്കും. എന്നാൽ ഇറങ്ങി കയറി എന്നതുകൊണ്ടൊക്കെ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഒരു സ്പേസിലൂടെയുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലേക്കുള്ള ഭൂമിയുടെ മുകളിലേക്കുള്ള അങ്ങനെയുള്ളൊരു യാത്രയല്ല. അങ്ങനെ മുകൾ താഴെ എന്നൊന്നും പറയാനില്ല. അങ്ങനെ ഒരു അനുമാനമല്ല നരകത്തിലേക്കുള്ള കർത്താവിൻ്റെ ഇറക്കം. സ്വർഗത്തിലേക്കുള്ള അവൻ്റെ കയറ്റവും അങ്ങനെയല്ല. കയറ്റം, ഇറക്കം എന്നീ വാക്കുകൾ ഒരു ബിംബകൽപ്പന നൽകുന്നുവെന്നല്ലാതെ അതല്ല ആ വിശ്വാസ സത്യങ്ങളുടെ യഥാർത്ഥ പൊരുൾ. പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചരിത്രത്തിലെ യേശുവിലും ചരിത്രത്തിലെ യേശു നരകത്തിൽ ഇറങ്ങുകയും സ്വർഗത്തിൽ കയറുകയും ചെയ്ത യേശു എന്ന് പറഞ്ഞാൽ സ്പേസിലുള്ള 3 ചക്രവാളങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിന് 3 നിലകളിലൂടെ പോയി എന്നല്ല. അതുകൊണ്ട് ചരിത്രത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന മണ്ടത്തരമാണ്. കാരണം ഇങ്ങനെ സ്വർഗം മുകളിൽ നരകം താഴെ അങ്ങനെയുള്ള സങ്കല്പങ്ങളെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ആധുനിക വീക്ഷണത്തിന് യോജിക്കില്ല. അതുകൊണ്ട് ബൈബിൾ മുഴുവൻ തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? മനുഷ്യാസ്തിത്വത്തിൻ്റെ സമ്പൂർണ്ണ പരപ്പിനെയാണ് ഈ ഇറക്കം, കയറ്റം എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യാസ്തിത്വത്തിൻ്റെ സമ്പൂർണ്ണ പരപ്പിനെയാണ് പ്രകാശിപ്പിക്കുന്നത്. എന്താണ് ഈ സമ്പൂർണ്ണ പരപ്പെന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഭൂമിയിലല്ലേ? അതെ. അപ്പോൾ ഭൂമിയിൽ നമുക്കൊരു ജീവിതാവസ്ഥയില്ലേ? ഉണ്ട്. നമുക്കൊരു നരകാവസ്ഥയില്ലേ? ഉണ്ട്. നരകാവസ്ഥയുണ്ട്. സ്വർഗീയാവസ്ഥയില്ലേ? ഉണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഭൗമിക അവസ്ഥ, നരകാവസ്ഥ, സ്വർഗീയ അവസ്ഥ, ഈ മൂന്ന് അവസ്ഥകളിലൂടെയും കർത്താവ് കടന്നുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ഇറക്കം എന്നതിന് 2 അർത്ഥമുണ്ട്. അവൻ നമ്മുടെ ഭൗമിക അവസ്ഥയിലേക്കും നമ്മുടെ നരകാവസ്ഥയിലേക്കും ഇറങ്ങി. അവൻ ഉന്നതത്തിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ സ്വർഗീയ അവസ്ഥയിലേക്കും പോയി എന്നാണ്. അപ്പോൾ ഭൂമിയിലെ അവസ്ഥ, നരകാവസ്ഥ, സ്വർഗീയ അവസ്ഥ. അപ്പോൾ എന്താണ് നരകം, എന്താണ് സ്വർഗം? ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാലേ കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ബെനഡിക്ട് മാർപ്പാപ്പയുടെ ക്രിസ്തുധർമ്മ പ്രവേശികയിൽ 401 മുതൽ 403 വരെ, 404 ആ വാക്യങ്ങൾ, ആ പേജുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഇതവിടെ കാണാം. അപ്പം നമുക്കിതൊന്ന് നോക്കുക. ഈ ഇറങ്ങി കയറി എന്നുള്ള സംഗതികളുടെ വാക്കുകളുടെ അർത്ഥം നോക്കുക. എന്താണ് സ്വർഗം, എന്താണ് നരകം എന്നൊക്കെ അറിയാൻ, ഈ യേശു നരകത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയാൻ
ഭൂമിയുടെ താഴെയുള്ള സ്ഥലം അല്ലെങ്കിൽ പിന്നെ എവിടേക്കാണ് ഇറങ്ങിയത്? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. നമുക്ക് ആദ്യം തന്നെ ഈശോയുടെ മാമോദീസ രംഗം നോക്കുക. ഈശോയുടെ മാമോദീസ രംഗം, അവിടെ നരകത്തിലേക്കുള്ള ഇറക്കത്തിൻ്റെ ആദ്യ അർത്ഥം ധ്വനി കിടക്കുന്ന അവിടെയാണ്. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പശ്ചാത്താപത്തിൻ്റെ സ്നാനമാണ് യോഹന്നാൻ പരികർമ്മം ചെയ്യുന്നത്, സ്നാപയോഹന്നാൻ. അവിടേക്ക് പോയവരൊക്കെ പാപികളാണ്, അല്ലേ? പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പശ്ചാത്താപ സ്നാനം, എ ബാപ്റ്റിസം ഓഫ് റിപ്പൻറ്റൻസ് ഫോർ ദ ഫർഗിവ്നെസ് ഓഫ് സിൻസ്. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പശ്ചാത്താപ സ്നാനം, മാനസാന്തര സ്നാനമാണ് യോഹന്നാൻ പരികർമ്മം ചെയ്തത്. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ചെന്നവരൊക്കെ പാപികളാണ്. അപ്പോൾ പാപികളെല്ലാവരും സ്നാപകൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുക. അപ്പോൾ പാപികളുടെ ഒരു സ്ഥലമാണ് യോർദാൻ, പാപികൾ സമ്മേളിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ യോർദാൻ നദി എന്ന് പറയുന്നത് തന്നെ ഒരു നരകാവസ്ഥയാണ്. പാപം ചെയ്യുന്നവർ നരകത്തിലാണ്. പാപം ചെയ്യുമ്പോൾ നമ്മൾ മരണശിക്ഷയ്ക്ക് അർഹരാണ്. നമ്മൾ നരകാവസ്ഥയിലാണ് നമ്മൾ. ഇവിടെ ഈ യോർദാനിലേക്ക് എല്ലാവരും ചെന്നിരിക്കുന്നു. അവരെല്ലാം യോർദാൻ നദിയിൽ ഇറങ്ങുന്നു എന്ന് വെച്ചാൽ നരകാവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നവരെല്ലാവരും പാപികളാണ്. പാപം ചെയ്ത് മരണത്തിന് വിധേയരായി നരകാവസ്ഥയിലാണ്. അവിടേക്ക് പാപമില്ലാത്തവൻ ഇറങ്ങിച്ചെല്ലുകയാണ്. പാപമില്ലാത്തവൻ ഇറങ്ങിച്ചെന്നപ്പോൾ, ഈശോ ഇറങ്ങിച്ചെന്നപ്പോൾ സ്നാപകൻ ഞെട്ടിപ്പോയി. നീ എന്താണ് ഇവിടെ? ഇത് പാപികളുടെ സ്ഥലമാണ്. ഞാൻ പാപിയായ ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? അപ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇതിനെ സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും ദൈവത്തിൻ്റെ സർവ്വനീതിയും പൂർത്തിയാകേണ്ടതുണ്ട്. അതായത് പാപികളുടെ സ്ഥലത്തേക്ക് പാപമില്ലാത്തവൻ ഇറങ്ങിച്ചെന്ന് ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. പാപികളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങുകയാണ്. നരകാവസ്ഥയിലേക്ക് ഇറങ്ങുകയാണ്. മരണാവസ്ഥയിലേക്ക് ഇറങ്ങുകയാണ്. അതൊരു കാഴ്ചക്കാരൻ്റെ റോളിലല്ല. നരകത്തിൻ്റെ അധിപനാണ് സാത്താൻ. ഈ ബേൽസബൂൽ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നിനക്ക് പിശാചബാധയുണ്ട്, പിശാചുക്കളെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് നീ പിശാചുക്കളെ ഒഴിവാക്കുന്നതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കളയുന്നു പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത മറുപടിയിൽ ഈ നരകാവസ്ഥയിലേക്ക് അവൻ ഇറങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. ശക്തനായ ഒരുവനെ ബന്ധിക്കണമെങ്കിൽ അവനെ ആദ്യം ബന്ധിക്കണം. അവൻ്റെ ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വീട് കൊള്ളയടിക്കാൻ പറ്റില്ല. ശക്തനായവൻ കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വീട് കൊള്ളയടിക്കണമെങ്കിൽ ആദ്യം ശക്തനായവനെ ബന്ധിക്കണം. ശക്തനായവൻ ആരാണ്? സാത്താൻ. അവൻ്റെ ഭവനം ഏതാണ്? പാതാളം അല്ലെങ്കിൽ നരകം. അതിന് കാവൽ നിൽക്കുകയാണ് സാത്താനും സാത്താൻ്റെ കിങ്കരന്മാരും. യേശു പാതാളത്തിലേക്ക്, നരകത്തിലേക്ക് ഇറങ്ങി, പാപികളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി. ഈ പാപികൾ ആരാണ്? ഇപ്പം ഞാൻ പാപം ചെയ്യുമ്പോൾ സാത്താൻ്റെ അടിമയാണ്. എന്നെ നരകത്തിലിട്ടിട്ട് സാത്താൻ കാവൽക്കാരൻ നിർത്തിയിരിക്കുക, പിശാചുക്കൾ നിർത്തിയിരിക്കുക. അവിടേക്ക് ഇറങ്ങിയിട്ട്, എൻ്റെ നരകാവസ്ഥയിലേക്ക്, പാപാവസ്ഥയിലേക്ക്, മരണാവസ്ഥയിലേക്ക് കർത്താവ് ഇറങ്ങിയിട്ട്, നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിയിട്ട് അവൻ ആദ്യം ചെയ്തെന്താണ്? സാത്താനെ ബന്ധിച്ചു. ശക്തനായ സാത്താനെ ബന്ധിച്ച അതിശക്തനാണ് ക്രിസ്തു. എന്നിട്ട് നരകത്തിൻ്റെ താക്കോലുകൾ അവൻ കൈക്കലാക്കി. ആര്? ഉത്തിതനായ കർത്താവ്. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ ഉത്ഥാനം ചെയ്ത എൻ്റെ കയ്യിലാണ്. ഞാൻ മരിച്ചു, ഉത്ഥാനം ചെയ്തു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലാണ്. ആരാ പറയുന്നത്? ഉത്ഥാനം ചെയ്ത ഈശോ പറയുകയാണ്. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ ഈശോ കൈക്കലാക്കി. സാത്താനെ ബന്ധിച്ചു. എന്നിട്ട് ഈ താക്കോൽ എടുത്തു, നരകത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു. എന്നിട്ട് അവൻ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പം ആ വെള്ളം, ഈ യോർദാനുള്ള വെള്ളം, നമ്മൾ പൗരസ്ത്യ സഭകളിലെ ഐക്കണുകൾ പഠിക്കേണ്ടതാണ്. നമ്മുടെ പള്ളികളൊക്കെ ഉണ്ടായിരുന്നത് ഐക്കണുകളാണ്. ഇപ്പോഴത്തെ പോലെ ഈ വിഗ്രഹം വെക്കലില്ല. അത് പൗരസ്ത്യ പാരമ്പര്യമല്ല. നമ്മുടെ വീടുകളിലും വിഗ്രഹങ്ങൾ വെച്ചിരുന്നില്ല. ഇപ്പം അടുത്ത കാലത്ത് ഏതോ കുറച്ച് പേർക്ക് ഉണ്ടായ തെറ്റായ ഒരു ബോധോദയമാണ് രൂപങ്ങൾ വെക്കൽ. നമ്മുടെ ഒരു വീടുകളിലും രൂപങ്ങൾ വെച്ചിരുന്നില്ല, ഒരു പള്ളിയിലും രൂപങ്ങൾ വെച്ചിരുന്നില്ല. ഐക്കണുകളാണ്. ഐക്കണുകൾ രൂപങ്ങളല്ല, വിഗ്രഹങ്ങളല്ല, ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളാണ്. ബൈബിൾ പോലെയുള്ള വ്യാഖ്യാനമാണ് ഈ ഐക്കണുകൾ. ഈശോയുടെ മാമോദീസയുമായിട്ട് ബന്ധപ്പെട്ട ഐക്കണുകൾ, പൗരസ്ത്യ ഐക്കണുകൾ നോക്കുക. ജോർദാൻ നദിയെ ചിത്രീകരിച്ചിരിക്കുന്നത് കല്ലറയായിട്ടാണ്, കബറിടമായിട്ടാണ്. അതിലെ വെള്ളം കറുത്തിരണ്ട വെള്ളമാണ്. എന്നിട്ട് ചുറ്റും തീ പിടിക്കുകയാണ്. ഈ കല്ലറയ്ക്ക് ചുറ്റും തീ പിടിക്കുന്നു. യേശു മരണത്തിലേക്ക്, നരകത്തിലേക്ക് ഇറങ്ങി, അഗ്നി തടാകത്തിലേക്ക് ഇറങ്ങി.
ഇതുകൊണ്ടാണ് ഈശോ തൻ്റെ ഈ യോർദാനിലെ മാമോദിസയും കുരിശു മരണവുമായിട്ട് ബന്ധിപ്പിച്ച കർത്താവ് എപ്പോഴും സംസാരിക്കുന്നത്, എനിക്ക് ഇനിയൊരു മാമോദിസ മുങ്ങാനുണ്ട്. ഈ യോർദാനിലെ മാമോദിസ കഴിഞ്ഞിട്ട് പറയാണ്, എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാണ്. ഈശോ ഉദ്ദേശിച്ച മാമോദിസ ഏതാണ്? കുരിശിലെ മരണം. കുരിശിലെ മരണം അത് രണ്ടാമത്തെ മാമോദിസ, രക്തം കൊണ്ടുള്ള മാമോദിസ. അത് കഴിഞ്ഞവൻ കല്ലറയിലേക്ക് ഇറങ്ങുകയാണ്. ആ കുരിശ മരണത്തിലൂടെ കല്ലറയിലേക്ക് ഇറക്കുന്ന അതിൻ്റെ മുൻ ആസ്വാദനമാണ് ജോർദാനിലെ ഈ പാപികളുടെ സ്ഥലത്തേക്ക് പാപമില്ലാത്തവൻ ഇറങ്ങിച്ചെല്ലുന്നത്, അവരുടെ മരണാവസ്ഥയിലേക്ക്, നരകാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. എന്നിട്ട് പിശാചിനെ ബന്ധിച്ച് നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുകൾ കൈകളിലെടുത്ത് നരക കവാടങ്ങൾ മലർക്കെ തുറന്നിടുന്നു, മരണ കവാടങ്ങൾ മലർക്കെ തുറന്നിടുന്നു. ഇതുകൊണ്ടാണ് നരക കവാടങ്ങൾ, മരണ കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. കാരണം മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ ആരുടെ കയ്യിലാ? സാത്താൻ്റെ കയ്യിലല്ല, മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ കയ്യിലാ. വെളിപാട് 1:18. കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ് ഈ നരകാവസ്ഥ, മരണാവസ്ഥ? എന്താണ് ഈ നരകത്തിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ? ഇങ്ങനെ 3 നിലകളുള്ള സ്വർഗം, ഭൂമി, പാതാളം, അങ്ങനെ തട്ടല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്താണ് യോർദാൻ നദിയിലെ മാമോദിസ എന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് നദിയിൽ മാമോദിസ മുക്കരുത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിന് അർത്ഥം മനസ്സിലായോ? ഇല്ലേ? ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, നദിയിലെ ജലം കൊണ്ട്. അവൻ ക്രിസ്തു പരിശുദ്ധാത്മാവ് കൊണ്ട്, ഭക്തി കൊണ്ട് സ്നാനപ്പെടുത്തും. അത് മുകളിൽ നിന്നാണ്, കർത്താവിൻ്റെ വിലാപ്പുറത്ത് ഒഴുകിയ ജീവജലം. അതുകൊണ്ടാണ് പുരോഹിതൻ ഈ തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് മുകളിൽ നിന്ന്. മരിച്ചു കിടക്കുന്ന ക്രിസ്തുവിൻ്റെ താഴെയാണ് കുഞ്ഞിനെ പിടിക്കുന്നത്. ആ കർത്താവിൻ്റെ വിലാപ്പുറത്തുള്ള ജീവജലം മുകളിൽ നിന്നാണ് ഒഴുകുന്നത്. നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഉന്നതത്തിൽ നിന്ന്, മുകളിൽ നിന്ന്, അല്ലാണ്ട് നദിയിലേക്ക് ഇറക്കുമല്ല. അത് യേശു നരകത്തിലേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ നരകത്തിലേക്ക് ഇറങ്ങുന്നത് പാപം ചെയ്യുമ്പോഴാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, ആ പാപം ചെയ്യുന്ന നരകാവസ്ഥയിൽ കിടക്കുമ്പോൾ, മരണാവസ്ഥയിൽ കിടക്കുമ്പോൾ കർത്താവ് അവിടേക്ക് ഇറങ്ങി നമ്മെ പൊക്കിക്കൊണ്ടുവരികയാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതാണ് ഈ ഈ നരകാവസ്ഥ, മരണാവസ്ഥ എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഈശോയുടെ 2 മാമോദീസകൾ, ജലം കൊണ്ടുള്ള മാമോദീസയും രക്തം കൊണ്ടുള്ള മാമോദീസയും, അതിൻ്റെ ഒരു ചെറിയ രൂപം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ അധോലോകം ഇല്ലേ, അവൻ കയറി എന്നതിനർത്ഥം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നല്ലേ? അധോഭാഗം എന്നതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. നരകം എന്ന അവസ്ഥയിലേക്ക് യേശു ഇറങ്ങി എന്നർത്ഥം. നമ്മുടെ നരകാവസ്ഥയിലേക്ക്, നരകം എന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി. പ്രപഞ്ചത്തിന് വെളിയിലുള്ള ആഴമല്ല നരകം. ഞാൻ ഒന്നുകൂടി പറയാണ്, പ്രപഞ്ചത്തിന് വെളിയിലുള്ള ആഴമല്ല നരകം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന് ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്ഥലത്തെ സംബന്ധിക്കുന്ന ഒരു സൂചനയും നൽകിയിട്ടില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു, അങ്ങനെ പറഞ്ഞുകൊണ്ട് കർത്താവ് മരിക്കുന്നത്. അതിൽ എവിടേക്കാണ് കൈവിട്ടതെന്ന് വല്ല സൂചനയുണ്ടോ? ഇല്ല. ദൈവം പുത്രനെ കൈവിട്ടതോടെ പുത്രൻ നരകത്തിലേക്ക് പതിച്ചു. ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ കൈവിട്ടതോടെ പുത്രൻ തമ്പുരാൻ നരകത്തിലേക്ക് വീണു. പക്ഷേ അതൊരു സ്ഥലമല്ല. ആ ആഴം മരണത്തിൻ്റെ താഴ്വാരം വരെ എത്തുന്നു. മരണത്തിൻ്റെ താഴ്വാരം വരെ എത്തുന്ന ആഴമാണിത്. എന്ന് വെച്ചാൽ നരകത്തിൻ്റെ എല്ലാ മാനങ്ങളെയും, എല്ലാ ചക്രവാളങ്ങളെയും യേശു ആശ്ലേഷിച്ചു എന്നാണ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നതിനർത്ഥം. നരകത്തിൻ്റെ, മരണത്തിൻ്റെ എല്ലാ ചക്രവാളങ്ങളെയും യേശു ആശ്ലേഷിച്ചു എന്നാണ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങി എന്നതിനർത്ഥം. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. പാപത്തിലുള്ള ശിക്ഷ എന്താണ്? മരണമാണ്. ഈ വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നീ മരിക്കും. എന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ നിന്നും പുറത്താക്കപ്പെടും. പാപം ചെയ്യുന്ന മനുഷ്യന്റെ അസ്തിത്വം എത്തിപ്പെടുന്ന, വീണു പോകുന്ന ഏറ്റവും താഴെയുള്ള അറ്റമാണ്, അടിത്തട്ടില്ലാത്ത ആഴമാണ് നരകം. പാപം ചെയ്യുന്ന മനുഷ്യൻ നരകത്തിലാണ്. മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു ചക്രവാളമാണ് ഈ നരകം. പാപം ചെയ്യുന്ന മനുഷ്യന്റെ അസ്തിത്വം എത്തിപ്പെടുന്ന, വീണു പോകുന്ന ഏറ്റവും താഴെയുള്ള അറ്റമാണ്, അടിത്തട്ടില്ലാത്ത ആഴമാണ് നരകം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരുടെയും അസ്തിത്വം ഇങ്ങനെയുള്ള ആഴത്തെ അഥവാ നരകത്തെ സ്പർശിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ നരകാവസ്ഥ എന്ന് പറഞ്ഞത്. എല്ലാ മനുഷ്യരുടെയും അസ്തിത്വം ഇങ്ങനെയുള്ള ഒരു ആഴത്തെ, അടിത്തട്ടില്ലാത്ത ഒരു ആഴത്തെ, നരകത്തെ സ്പർശിക്കുന്നുണ്ട്. പാപം ചെയ്യുമ്പോഴും, തിന്മ ചെയ്യുമ്പോഴും, അല്ലാത്തപ്പോഴും ഇല്ല. എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കെ കുറ്റപ്പെടുത്തുന്നു. ഇനി മതിയായി, എനിക്ക് മതിയായി. എത്രയോ പേര് പറയുന്നു എനിക്ക് മതിയായി.
നരകാവസ്ഥ. എന്ന് വെച്ചാൽ പാപം ചെയ്ത മനുഷ്യരെല്ലാവരും, ഒറ്റപ്പെടുത്തപ്പെടുന്ന മനുഷ്യരെല്ലാവരും നഷ്ടപ്പെട്ട കുഞ്ഞാടായി കിടക്കുന്നത് നരകാവസ്ഥയിലാണ്. നഷ്ടപ്പെട്ട ആടിനെ തേടി വന്ന ക്രിസ്തു മനുഷ്യന്റെ നരകാവസ്ഥയിലേക്ക് ഇറങ്ങുകയും ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ തോളിലേറ്റി പൊക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു. പാപം ചെയ്യുന്ന ആള് നരകാവസ്ഥയിലാണ്, നഷ്ടപ്പെട്ട ആടാണ്. ആ നഷ്ടപ്പെട്ട ആടിനെ തേടി വന്ന ആട്ടിടയനായ നല്ല ഇടയനായ ഈശോ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആടുകൾ നരകത്തിലാണ്. ആ നരകാവസ്ഥയിലേക്ക് ഇറങ്ങി ആ നഷ്ടപ്പെട്ട് കിടക്കുന്നവരെ തോളിലേറ്റി പൊക്കിക്കൊണ്ടുവരുന്നു. ഇത് ഇപ്പോൾ വളരെ കറക്റ്റല്ലേ? കുറച്ചുകൂടി മനസ്സിലാകും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ. ഇനി നമുക്ക് കയറി എന്ന വാക്കിന് അർത്ഥം കൂടി നോക്കാം, ഇല്ലേ? അവൻ കയറി എന്നതിനർത്ഥം അവൻ ഭൂമിയുടെ അധോമങ്ങൾക്ക് ഇറങ്ങി എന്ന് കൂടിയല്ലേ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. കയറിയവൻ എന്താണ് ഈ കയറ്റം എന്ന് പറഞ്ഞാൽ? തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിലേക്കുള്ള സൂചനയാണിത്. സ്വർഗവും ക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം എന്താണ് സ്വർഗമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മനുഷ്യാസ്ത്രത്തിന്റെ എതിർദിശയിൽ അതിന് മുകളിലേക്കും താഴേക്കും നീളുന്ന അനന്തമായ അകലത്തിന്റെ അറ്റമാണ് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ എതിർദിശയിൽ അതിന് മുകളിലേക്കും താഴേക്കും നീളുന്ന അനന്തമായ അകലത്തിന്റെ അറ്റമാണ് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. എന്ന് വെച്ചാൽ ലോകത്തിന് മുകളിലുള്ള ശാശ്വതമായ ഒരു സ്ഥലമല്ല സ്വർഗം. ലോകത്തിന് മുകളിലുള്ള ശാശ്വതമായ സ്ഥലമല്ല സ്വർഗം. നിത്യമായ ഭൗതികാന്തര പ്രദേശവുമല്ല. ദൈവത്തിന്റെ ഉണ്മയുമായി മനുഷ്യൻ എന്ന ജീവിയുടെ ബന്ധമാണ് സ്വർഗം. ദൈവത്തിന്റെ ഉണ്മ, ബീയിങ്, ദൈവത്തിന്റെ ആളത്വവുമായി മനുഷ്യൻ എന്ന ജീവിയുടെ ബന്ധമാണ് സ്വർഗം. ഇത് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ വരച്ചിടണം കേട്ടോ. ലോകത്തിന് മുകളിലുള്ള ശാശ്വതമായ ഒരു സ്ഥലമല്ല സ്വർഗം. നിത്യമായ ഭൗതികാന്തര പ്രദേശവുമല്ല അത്. ദൈവത്തിന്റെ ഉണ്മയുമായി മനുഷ്യൻ എന്ന ജീവിയുടെ ബന്ധമാണ് സ്വർഗം. എന്ന് വെച്ചാൽ കുറച്ചുകൂടി വ്യക്തമാക്കാം. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ദൈവത്തിന്റെ നിയതമായ കൽപ്പനയാൽ പാപത്തിന് ശിക്ഷ എന്ന പോലെ മനുഷ്യൻ പ്രവേശിക്കാതിരിക്കാനായി അടച്ചുപൂട്ടിയതും അത് തുറക്കാനായി മറ്റൊരു നിയത സംഭവം ആവശ്യമായിരുന്നതുമായ സ്ഥലമല്ല സ്വർഗം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ദൈവത്തിന്റെ നിയതമായ കൽപ്പനയാൽ പാപത്തിന് ശിക്ഷ എന്ന പോലെ മനുഷ്യൻ പ്രവേശിക്കാതിരിക്കാനായി അടച്ചുപൂട്ടിയ ഒരു സ്ഥലം, പിന്നെ അത് തുറക്കാനായി മറ്റൊരു നിയതമായ സംഭവം, എന്താണ്? മനുഷ്യന്റെ ക്രിസ്തുവിന്റെ മരണ ഉത്ഥാനവും ആവശ്യമായിരിക്കുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. മറിച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഗമത്തിൽ നിന്നാണ് സ്വർഗം ഉണ്ടാകുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലുവൻസ് എന്ന് പറയും. കോൺഫ്ലുവൻസ്, സംഗമത്തിൽ നിന്നാണ് സ്വർഗം ഉണ്ടാകുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഗമം സംഭവിച്ചത് ക്രിസ്തു മരണത്തിലൂടെ പുതിയ ജനസിലുള്ള ജീവനിലേക്ക്, തിരുവുത്ഥാനത്തിലേക്ക് ജീവശാസ്ത്രപരമായി ജീവൻ അതീതമായി കടന്നുപോയപ്പോഴാണ്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വചനമാണ്. ദൈവവും മനുഷ്യൻ നമ്മളെ ഈ സംഗമം എപ്പോഴാണ് സംഭവിച്ചത്? ക്രിസ്തു മരിച്ചു, നരകത്തിലേക്ക് ഇറങ്ങി, പിന്നെ അവൻ മരിച്ചവൻ ഉത്ഥാനം ചെയ്ത് പുതിയ ജനസിലുള്ള ജീവനിലേക്ക് പ്രവേശിച്ചു. പുതിയ ജനസിലുള്ള ജീവൻ, ജീവശാസ്ത്രപരമായ ജീവൻ, അതീതമായ ജീവൻ, മരണവും അഴുകലും എന്ന നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ, അതിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ഈ സംഗമം സംഭവിച്ചത്. അതിനാൽ മനുഷ്യന്റെയും മനുഷ്യവംശത്തിന്റെയും ഭാവിയാണ് സ്വർഗം. എല്ലാ മനുഷ്യവംശത്തിന്റെ തന്നെ ഭാവിയാണ് സ്വർഗം. മനുഷ്യവംശത്തിന് സ്വയം നൽകാൻ കഴിയാത്തതാണത്. സ്വയം നൽകാൻ കഴിയില്ല ഈ സ്വർഗീയാവസ്ഥ. മനുഷ്യവംശം അതിനായി കാത്തിരിക്കുന്നതിനാൽ അത് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ദൈവവും മനുഷ്യൻ നമ്മൾ സംഗമം, ഈ സ്വർഗം, അത് യാഥാർത്ഥ്യമായെങ്കിലും നമ്മൾ അതിലേക്ക് കാത്തിരിക്കുന്നതിനാൽ അത് നമ്മെ സംബന്ധിച്ചും അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. അത് ആദ്യമായി തുറക്കപ്പെട്ടത് തൻ്റെ അസ്തിത്വ മണ്ഡലം ദൈവികമായിരിക്കുന്ന ആ മനുഷ്യനിലൂടെ, ക്രിസ്തുവിലൂടെ ദൈവം സൃഷ്ടിയായ മനുഷ്യലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. ഈ സ്വർഗം ആദ്യമായി തുറക്കപ്പെടുന്നത് തൻ്റെ അസ്തിത്വ മണ്ഡലം തന്നെ ദൈവികമായിരിക്കുന്ന ആള്, ആ മനുഷ്യൻ ക്രിസ്തു, ആ ക്രിസ്തുവിലൂടെ, ആ മനുഷ്യനിലൂടെ ദൈവം സൃഷ്ടിയായ മനുഷ്യലേക്ക് പ്രവേശിച്ചപ്പോഴാണ് മനുഷ്യാവതാരം. പിന്നെ അവൻ മരിച്ചു, ഉത്ഥാനം ചെയ്തു, എന്നിട്ട് അവൻ കുർബാനയിലൂടെ വരുന്നു. അപ്പോൾ
സൃഷ്ടിയായ മനുഷ്യനിലേക്ക് ദൈവവും മനുഷ്യനുമായ ക്രിസ്തു വരുമ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുന്നത്. കാരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഗമമാണ് സ്വർഗം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഗമമാണ് സ്വർഗം എന്നതുകൊണ്ടും തൻ്റെ അസ്തിത്വ മണ്ഡലം തന്നെ ദൈവികമായിരിക്കുന്ന മനുഷ്യൻ അതിലൂടെ മനുഷ്യാവതാരം ചെയ്ത് മരിച്ച് ഉത്ഥാനം ചെയ്തപ്പോഴാണ് അത് തുറക്കപ്പെട്ടത് എന്നതിനാലും ദൈവം മനുഷ്യനായ ആള് നമ്മിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം തുറക്കപ്പെടുന്നത്, നമുക്ക് സ്വർഗീയ അവസ്ഥ ഉണ്ടാകുന്നത്. അത് കൗതാശികമായി സംഭവിക്കുന്നത് കൂതാശികളിലൂടെയാണ്, സവിശേഷമായിട്ട് ദിവ്യകാരുണ്യത്തിലൂടെയാണ്. ഇതിനകത്ത് വല്ല മിത്തോളജി ഉണ്ടോ? എല്ലാം യാഥാർത്ഥ്യമല്ലേ? ക്രിസ്തുധർമ്മ പ്രവേശിക 404 പേജൊക്കെ നിങ്ങൾക്ക് വായിക്കാം. 400 മുതൽ ഇത് വായിക്കാം. 404 ഈ കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ യേശു നരകത്തിലേക്ക് ഇറങ്ങുന്ന വിശ്വാസ പ്രമാണത്തിലെ ഈ വകുപ്പ്, അത് എന്താണ് ഈ വകുപ്പ് പറയുന്നത്? നമ്മുടെ അവസാന ഏകാന്തതയിലൂടെ, അതായത് മരണത്തിലൂടെ യേശു നടന്നുപോയി എന്നാണ് ഒന്നാമത്തെ അർത്ഥം. നമ്മുടെ അവസാന ഏകാന്തതയിലൂടെ, മരണത്തിലൂടെ യേശു നടന്നുപോയി. ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ അവസ്ഥയുടെ അത്യഗാധതയിലേക്ക് തൻ്റെ പീഡാനുഭവത്തിലൂടെ യേശു കടന്നുപോയി. എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നല്ലേ നമ്മളെല്ലാവരും ചോദിക്കുന്നത്. എൻ്റെ അപ്പൻ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ മക്കൾ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ അവസ്ഥയുടെ ആ അടിത്തട്ടിലെ താഴത്തിലേക്ക്, അത്യഗാധതയിലേക്ക് തൻ്റെ പീഡാനുഭവത്തിലൂടെ യേശു കടന്നുപോയി. ഒരു ശബ്ദവും പ്രവേശിക്കാത്ത ഇടത്തിൽ ഇതാ അവൻ എത്തി നിൽക്കുന്നു. അങ്ങനെയാണ് അവൻ നരകത്തെ കീഴ്പ്പെടുത്തിയത്. ഒരു ശബ്ദവും കേൾക്കാത്ത, ഒരു സ്നേഹവും പ്രവേശിക്കാത്ത ഇടത്തിൽ ഇതാ യേശു എത്തി നിൽക്കുന്നു. അതാണ് നരകത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ നരകത്തെ അവൻ കീഴ്പ്പെടുത്തുന്നത് നരകത്തിൽ ഇറങ്ങിക്കൊണ്ടാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, മുമ്പ് നരകമായിരുന്ന മരണത്തെ അവനിപ്പോൾ കീഴടക്കി. ഇനി മരണം നരകമല്ല. മരണം ഇനി മുമ്പത്തെ പോലെയല്ല. മരണത്തിൻ്റെ നടുക്ക് ഇപ്പോൾ ജീവനുണ്ട്. കാരണം അതിനുള്ളിൽ സ്നേഹം എന്ന ക്രിസ്തു വസിക്കുന്നു. ഇനി മുതൽ മനഃപൂർവമായ സ്വയം വലയിതാവസ്ഥയാണ് നരകം. സ്വയം അടച്ചു കിട്ടുന്ന അവസ്ഥയാണ് നരകം. അതിനെ ബൈബിൾ വിളിക്കുന്ന രണ്ടാമത്തെ മരണമെന്നാണ്. വെളിപാട് 20:14. അതായത് ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ പ്രവേശിക്കരുത്, കർത്താവിൻ്റെ സ്നേഹം എന്നിലേക്ക് പ്രവേശിക്കരുത്, ആരും എന്നിലേക്ക് വരരുത്, ഞാൻ മാത്രമാണ്. ഇങ്ങനെ സ്വയം വളച്ചു കെട്ടി സ്നേഹത്തിൻ്റെ ഒരു പ്രകാശവും, ദൈവത്തിൽ ഒരു പ്രകാശവും പ്രവേശിക്കാതിരിക്കാൻ സ്വയം അടച്ചു പൂട്ടപ്പെട്ട അവസ്ഥയിൽ ഇരുന്നാൽ അത് രണ്ടാമത്തെ മരണമാണ്. അതാണ് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈ നരകത്തിൻ്റെ അവസ്ഥ. ഈ മരണം എന്ന നരകാവസ്ഥയെ അവൻ തകർത്തു. ഇനി രണ്ടാമത്തെ മരണമുണ്ട്. അത് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നത് വളരെ കറക്റ്റാണ്. നമ്മളൊരു മാരക പാപം ചെയ്യുകയും ആ പാപത്തിൽ മരണം വരെ പശ്ചാത്തപിക്കാൻ നിലനിൽക്കുകയും ചെയ്താൽ അതിനെയാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. നമ്മൾ പാപം ചെയ്താൽ നരകത്തിലാണ്. ആ നരകാവസ്ഥ കർത്താവ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്നത് കുമ്പസാരം എന്ന കൂതാശയിലൂടെയാണ്. അത് സ്വീകരിക്കാതെ ഞാൻ നരകത്തിൽ തന്നെ കിടക്കുന്നോട്ടെ, ഞാൻ പാപത്തിൽ തന്നെ കിടന്ന് ഉരുളുകയുള്ളൂ, ഞാൻ പശ്ചാത്തപിക്കില്ല, ദൈവത്തിൻ്റെ പ്രകാശം, സ്നേഹത്തിൻ്റെ പ്രകാശം എനിക്ക് കടക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ച് കിടന്നാൽ അപ്പം നമ്മൾ രണ്ടാമത്തെ മരണത്തിലാണ്. പാപം ചെയ്യുന്നവൻ നരകത്തിലാണ്. അത് ഒന്നാമത്തെ നരക. ആ നരകത്തിലേക്കാണ് കർത്താവ് ഇറങ്ങിയത്. ആ മരണത്തെയാണ് അവൻ അവിടെ സ്നേഹം വെച്ചു, അവിടെ പശ്ചാത്തലം വെച്ചു, കാരുണ്യം വെച്ചു. ഈ കാരുണ്യമൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് കുമ്പസാരം എന്ന കൂതാശ. അത് സ്വീകരിക്കാതെ ഈ മാരകമായ പാപത്തിൽ തന്നെ കിടന്ന് ഉരുളുക, ദൈവത്തിൻ്റെ പ്രകാശം, കാരുണ്യത്തിൻ്റെ പ്രകാശം, സ്നേഹത്തിൻ്റെ പ്രകാശം എന്നിലേക്ക് വരണ്ട, ഒരു പാപമോചനം എനിക്ക് വേണ്ട എന്ന് സ്വയം അടച്ചു പൊട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുമ്പോൾ രണ്ടാമത്തെ മരണത്തിലാണ് നാം. എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ മരണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ നരകം, മരണം എന്ന് പറയുന്ന പാപം ചെയ്യുമ്പോഴുള്ള മരണാവസ്ഥ, ഒന്നാമത്തെ നരകം എന്ന് പറയുന്ന അവസ്ഥ, ആ തണുത്ത് വിറങ്ങലിച്ച ഏകാന്തതയിലേക്ക് കർത്താവ് ഇറങ്ങിയത് കൊണ്ട് ഇപ്പോൾ ആ നരകാവസ്ഥയിൽ നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ, പാപാവസ്ഥയിൽ വീണിട്ടുണ്ടെങ്കിൽ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവിടേക്ക് കർത്താവ് ഇറങ്ങിയിരിക്കുന്നു. എന്നിട്ട് അവൻ്റെ തോളിൽ നമ്മൾ എടുത്തു വെച്ച് അവൻ നമ്മൾ പൊക്കിക്കൊണ്ടുവരുന്നു. അതിനെ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ മരണത്തിലാണ്. ചുരുക്കത്തിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മരണമെന്ന തണുത്തു വിറങ്ങലിച്ച ഏകാന്തതയിലേക്കുള്ള പാതയല്ല, ഷിയോളിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുകയാണിപ്പോൾ. അവിടേക്ക് കർത്താവ് ഇറങ്ങി, നരകത്തിലേക്ക് ഇറങ്ങി.
ആ നരകത്തിൻ്റെ താക്കോലുകൾ, മരണത്തിൻ്റെ താക്കോലുകൾ കർത്താവ് കൈക്കലാക്കി ഈ നരകത്തിൻ്റെ മരണത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുക. അപ്പോൾ തണുത്തു പറങ്ങൽ ഏകാന്തതയിലേക്കുള്ളൊരു പാതയല്ല ഇനി മരണം. ഷിയോളിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുകയാണ്, നരകത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നരക കവാടങ്ങൾക്ക്, മരണ കവാടങ്ങൾക്ക് നമുക്കെതിരെ, സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ കഴിയില്ല. കാരണം അവിടെ കർത്താവ് അവിടേക്ക് ഇറങ്ങി. മരണത്തിനുള്ളിൽ ജീവൻ വെച്ചിരിക്കുന്നു, നരകത്തിനുള്ളിൽ സ്നേഹം വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ മരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. ഇപ്പോഴ് ഈ യേശു നരകത്തിലേക്ക് ഇറങ്ങി എന്ന ആ വിശ്വാസ പ്രമാണത്തിൻ്റെ വകുപ്പിന് അർത്ഥങ്ങൾ വന്നത് കണ്ടോ? ഈ സഭാപിതാക്കന്മാർ ഉപയോഗിച്ച ചില വാക്കുകൾ നോക്കുക. അതായത് മരിച്ചവരിലേക്ക് മാർഗമുണ്ടാക്കി എന്നാണ് സഭാപിതാക്കന്മാർ പറഞ്ഞത്. മരിച്ചവരിലേക്ക് മാർഗമുണ്ടാക്കി. മരണത്തിൻ്റെ കവാടം തുറക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ലേ? ഇനി അത് മിത്തോളജിയാണോ? ഇല്ലേ? സ്വർഗം മുകളിലാണോ, നരകം താഴെയാണോ ചോദിച്ചു. അതൊക്കെ മിത്തോളജി അല്ലേ? അങ്ങനെ പ്രപഞ്ചത്തിന് ദിശയുണ്ടോ? അതുകൊണ്ട് ഈ ബൈബിൾ പറഞ്ഞിരിക്കും മുഴുവൻ മിത്തോളജിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ മിത്തോളജിയാണോ പറയുന്നത്? അല്ലല്ലോ. നമ്മുടെ കവികളൊക്കെ പാടുന്ന പാട്ടുകൾ കേട്ടിട്ടില്ലേ? നരകാവസ്ഥയെക്കുറിച്ച്, സ്വർഗീയാവസ്ഥയെക്കുറിച്ചുമുണ്ട്. ഇതൊക്കെ നമുക്ക് 3 അവസ്ഥകളാണുള്ളത്. ഒന്ന് ഭൗമിക അവസ്ഥ, ഭൂമിയിലായിരിക്കുന്ന അവസ്ഥ. അതിൽ തന്നെ നരകാവസ്ഥയുണ്ട്, സ്വർഗീയാവസ്ഥയുണ്ട്. ഈ 3 ചക്രവാളങ്ങളിൽ, മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ 3 ചക്രവാളങ്ങളിലൂടെയും കർത്താവ് കടന്നുപോയി എന്നാണ് ഇതിന്റെ അർത്ഥം. അധോഭാഗങ്ങൾക്ക് ഇറങ്ങുക, കയറി പോകുക എന്നൊക്കെ പറഞ്ഞൊരു അർത്ഥം അതാണ്. എത്രയോ യാഥാർത്ഥ്യമാണിത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മരണത്തിൻ്റെ മണിക്കൂറിൽ സംഭവിച്ച ഒരു സംഗതി മത്തായി എഴുതിയിരിക്കുന്നത് ആദ്യം മിത്തോളജിയും തോന്നുകയും എന്നാൽ ഇപ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുന്ന ഒരു അനുഭവമേ മാറുകയും ചെയ്യുന്ന സംഗതിയുണ്ട്. മത്തായി 27:52. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, അവർ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. പിന്നെ കർത്താവ് ഉത്ഥാനം ചെയ്തു കഴിയുമ്പോൾ അവർ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. കർത്താവിൻ്റെ മരണസമയത്ത് നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, അവർ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. മരണത്തിലേക്ക് കർത്താവ് ഇറങ്ങിയപ്പോൾ, നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, അവർ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. മരണത്തിനുള്ളിൽ ജീവനും സ്നേഹവും വസിക്കുന്നതിനാൽ മരണ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്നു, നരക കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്നു. ഈ നരകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ലേ, മരണം, നരകം, അത് എന്താ പറയുക, സിനോണിമം എന്ന് പറയില്ലേ? മരണം എന്ന് പറഞ്ഞാൽ നരകം, നരകം എന്ന് പറഞ്ഞാൽ മരണം. പക്ഷേ രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് അല്ലേ? അത് ആ മരണത്തെക്കുറിച്ച് നമ്മൾ രണ്ടാമത്തെ മരണം, നരകം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. ഈ നരകാവസ്ഥ, നമ്മൾ പാപം ചെയ്ത് നരകാവസ്ഥയിലേക്ക് വീഴുന്നു, മരണാവസ്ഥയിലേക്ക് വീഴുന്നു. അവിടെ കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. കർത്താവ് നമ്മൾ പൊക്കിക്കൊണ്ടുവരാൻ തയ്യാറുമാണ്. അതിൽ സമ്മതിക്കാതിരുന്നാൽ, മാരക പാപം ചെയ്തിട്ട് അത് പശ്ചാത്തപിക്കാതെ നരകത്തിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ, പശ്ചാത്തലം തയ്യാറല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നരകത്തിലാണ്. അവിടുന്ന് രക്ഷിക്കാൻ, കർത്താവിനെ രക്ഷിക്കാൻ കഴിയില്ല. വെളിപാട് 20:14. അപ്പോൾ എന്താണ് മരണ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്നു, നരക കവാടം തുറക്കപ്പെട്ട് കിടക്കുന്നൊക്കെ കാര്യം മനസ്സിലായല്ലോ. ഇനി നരക കവാടങ്ങൾക്ക് സഭയ്ക്കെതിരെയോ നമുക്കെതിരെയോ പ്രബലപ്പെടാൻ കഴിയുമോ? മരണ കവാടങ്ങൾക്ക് പ്രബലപ്പെടാൻ കഴിയുമോ? കർത്താവിന് സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ കഴിയുമോ? ഇല്ല. ദൈവം മരിച്ചു, ഞങ്ങൾ ദൈവത്തെ കൊന്നു എന്നെല്ലാം നിരീശ്വരന്മാർക്കും വിമതന്മാർക്കും അൽമായ മുന്നേറ്റക്കാർക്കും വീമ്പിളക്കാം. കർത്താവിന് കൊന്ന് കല്ലറയിൽ അടക്കി, കല്ലുരുട്ടി വെച്ച് കല്ലറ ഭദ്രമാക്കി, കാവലിനായി മണവാളന്മാരെ പോലുള്ള വിമത വൈദികരെയും അൽമായ മുന്നേറ്റ ഗുണ്ടകളെയും ഏർപ്പാടാക്കി, അതിനുള്ള അനുവാദം പീലാത്തോസുമാരിലും കൈക്കലാക്കി എന്നെല്ലാം വീമ്പിളക്കാം. പക്ഷേ അതെല്ലാം പൊട്ടിപ്പിളർന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൽ സഭയുടെ ഉയർപ്പും ഞങ്ങളുടെ ഉയർപ്പും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.